Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ NCERT exemplar questions of the chapter 5 of class 11 മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റീഅറേഞ്ച് ദി ഫോളോയിങ് സോൺസ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ as seen in the root in vertical section and choose the correct option. എന്താണ് റൂട്ടിന്റെ വെർട്ടിക്കൽ സെക്ഷനിൽ അതിന്റെ ഡയഗ്രാം നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, അതിന്റെ കറക്റ്റ് ഓർഡറിൽ സെലക്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം എന്തറിഞ്ഞിരിക്കണം, റൂട്ടിന്റെ വെർട്ടിക്കുലർ സെക്ഷൻസും സോണും എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ NCERT ഒരു ചാപ്റ്റർ NCERT മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഒരു ഡയഗ്രാം ഉണ്ട്. ഇതാണ് ആ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ അപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, സോൺസ് ഓഫ് റൂട്ട് ആണ് തന്നിട്ടുള്ളത്. ഇതില് ഏറ്റവും ഡിസ്റ്റൽ മോസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഡിസ്റ്റൽ മോസ്റ്റ് എന്ന് പറഞ്ഞാല് പ്ലാന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ ഡിസ്റ്റൽ എൻഡില് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് റൂട്ട് ക്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്ത് കണ്ടു, ഏറ്റവും ഡിസ്റ്റലി റൂട്ട് ക്യാപ്പ് കണ്ടു. ആൻഡ് അതിന്റെ തൊട്ട് മേലെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു റീജിയൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കാണാൻ പറ്റും. അതായത് അവിടെ എന്താണ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് അവർ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അവിടുത്തെ സെൽസിന് എന്താണ് പ്രത്യേകത, അവർ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യും. ആൻഡ് അവരുടെ സെൽസിന് തിൻ വാൾഡ് ആയിരിക്കും, തിൻ ആയിട്ടുള്ള വാൾ ഉണ്ടാവും. ആൻഡ് അവർക്ക് ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ടാവും. ഇതൊക്കെ ഡയറക്ട്ലി NCERT സെന്റൻസ് ആണ്. അപ്പൊ റീജിയൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കണ്ടു, അവിടുത്തെ സെല്ലിന്റെ പ്രത്യേകത കണ്ടു. ഇനി ഇച്ചിരി കൂടി മേലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് കാണാം, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ കാണാൻ പറ്റും. എന്താണ് ലെങ്ത് കൂടുന്ന ഏരിയ, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയും. ആൻഡ് അതിന്റെ തൊട്ട് മേലെ എന്ത് കണ്ടു, റീജിയൻ ഓഫ് മെച്ചോറേഷൻ കണ്ടു. അപ്പോ ഏറ്റവും പ്രോക്സിമൽ എന്ന് പറയുന്നത് ഈ ഒരു വെർട്ടിക്കൽ സെക്ഷനിൽ ഈ ഭാഗമാണ്, അതായത് പ്ലാന്റിന്റെ ഏറ്റവും അടുത്തുള്ളത്. ആൻഡ് ദൂരേക്ക് പോകുമ്പോൾ ഏറ്റവും ഡിസ്റ്റൽ മോസ്റ്റ് നമുക്ക് ഈ എന്താന്ന് പറഞ്ഞു, നിയർ റൂട്ട് ക്യാപ്പ്. അപ്പോ ഇതാണ് എന്ത് വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് റൂട്ടില് എടുത്തു നോക്കിയാലുള്ള എന്ത് ഓരോ റീജിയൻസും അതിന്റെ ഫങ്ഷൻസും. അപ്പോ ഇതിന്റെ ഓർഡർ എഴുതാൻ പറഞ്ഞാല് ഫസ്റ്റ് ഏറ്റവും ഡിസ്റ്റൽ മോസ്റ്റ് എന്ത് എഴുതാൻ പറ്റും, നമുക്ക് ഏറ്റവും ഡിസ്റ്റൽ മോസ്റ്റ് റൂട്ട് ക്യാപ്പ് ആണെന്ന് മനസ്സിലായി. ആൻഡ് അതിന്റെ മേലെ എന്തുണ്ട്, റീജിയൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഈ റീജിയൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലെ സെൽസിന് എന്താ പ്രത്യേകത, ചെറുതാണ് സെൽസ്, തിൻ വാൾഡ് ആണ്. ആൻഡ് ഡെൻസ് പ്രോട്ടോപ്ലാസം ഉണ്ട്. ആൻഡ് ദേ ഡിവൈഡ് റിപ്പീറ്റഡ്ലി. ഇനി അതിന്റെ തൊട്ടുമേലെ റീജിയൻ ഓഫ് ഇലോങ്ങേഷനിൽ ആ പേര് പോലെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, അവിടെ റാപ്പിഡ് ഇലോങ്ങേഷൻ നടക്കാം. റാപ്പിഡ് ഇലോങ്ങേഷൻ ആൻഡ് എൻലാർജ്മെന്റ്. അപ്പോ ഈ റീജിയൻ ഓഫ് എലോങ്ങേഷൻ ആണ് എന്തിന് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് റൂട്ട് ഇൻ ലെങ്ത്. അതും കൂടി എഴുതുക, ഗ്രോത്ത് ഓഫ് റൂട്ട് ഇൻ ലെങ്ത്. അവരുടെ ലെങ്ത് കൂടുന്നതിന് ഏതാണ് മേജർ ആയിട്ട് റെസ്പോൺസിബിൾ, ഈ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇനി ഈ സെൽസ്, ഇവിടുത്തെ റീജിയൻ ഓഫ് ഇലോങ്ങേഷന്റെ സെൽസ് എങ്ങനെയാണ്, പതുക്കെ ഗ്രാജുവലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചോർ ആവും. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചോർ ആയിട്ട് തൊട്ടുമേലെ നമുക്ക് എന്ത് കാണാൻ പറ്റും, അവര് മെച്ചോർ ആയതിനു ശേഷം എന്ത് ഫോം ചെയ്തു, റീജിയൻ ഓഫ് മെച്ചോറേഷൻ ഉണ്ടായി. ഇനി ഈ റീജിയനിൽ എങ്ങനെയാണ്, എപ്പിഡെർമൽ സെൽസ് ഭയങ്കര ഫൈൻ ആണ്, ഡെലിക്കേറ്റ് ആണ്. ആൻഡ് അവരുടെ ആ സെൽസ് എന്തും കൂടി ഫോം ചെയ്തു, റൂട്ട് ഹെയർ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഫോം ചെയ്യും. ഏത് റീജിയനിൽ, ഇൻ ദ റീജിയൻ ഓഫ് മെച്ചൂറേഷനിൽ കാണാൻ പറ്റുന്ന എപ്പിഡെർമൽ സെൽസ്. ആൻഡ് ഈ റൂട്ട് ഹെയർസിന്റെ പ്രത്യേകത എന്താണ്, എല്ലാവർക്കും അറിയാം, ഇത് അബ്സോർബ് ചെയ്യും എന്തിനെ, വാട്ടർ ആൻഡ് മിനറൽസ്. അപ്പോ റീജിയൻസ് ഓഫ് റൂട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തു. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ, ഇതിനെ ഓർഡറിലേക്ക് ആക്കാൻ. ഇനി ഓർഡറിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏറ്റവും ഡിസ്റ്റലി നമുക്ക് ഏതാണെന്നറിയാം, റൂട്ട് ക്യാപ്പ് സോൺ. അപ്പൊ റൂട്ട് ക്യാപ്പ് സോൺ ഇതിൽ ഏതാണ് കൊടുത്തിരിക്കുന്നത്, സി ആദ്യം വരും. പിന്നെ സി കഴിഞ്ഞാൽ റൂട്ട് ക്യാപ്പ് സോൺ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താണ് കണ്ടത്, റീജിയൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അപ്പൊ അങ്ങനെ റീജിയൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഇതിൽ ഏതാണ്, ബി, സോൺ ഓഫ് മെറിസ്റ്റംസ്. ഇനി അതിന്റെ തൊട്ട് മേലെ നമ്മൾ എന്തെന്നാണ് കണ്ടത്,
അത് കഴിഞ്ഞ് സോൺ ഓഫ് ഇലോങ്ങേഷൻ ആണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പോ ഈ വന്നു സോൺ ഓഫ് ഇലോങ്ങേഷൻ. ഇനി അതിന്റെ മേലെ നമുക്കറിയാം റൂട്ട് ഹെയറിന്റെ ഒരു ചെറിയ സോൺ കാണാം. ആൻഡ് ഈ റൂട്ട് ഹെയറിന്റെ സോൺ എവിടുന്നാണ് വന്നത്? ഈ എപ്പിഡെർമൽ സെൽസ് ഓഫ് റീജിയൻ ഓഫ് മെച്ചോറേഷൻ ആണ് അത് വരുന്നത്. ആൻഡ് ഫൈനലി സോൺ ഓഫ് മെച്ചോറേഷൻ. അപ്പോ ആൻസർ എന്താന്ന് കിട്ടി? CBEAD. അതാണ് വെർട്ടിക്കൽ സെക്ഷന്റെ കറക്റ്റ് ഓർഡർ. അത് വരുന്നത് ഓപ്ഷൻ എ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, CBEAD. ഈ ഡയഗ്രം ഈ ലേബൽ ചെയ്തിരിക്കുന്ന സാധനങ്ങളും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 കടക്കുകയാണെങ്കിൽ, in an inflorescence where flowers are born laterally in an acropetal succession, the position of youngest floral bud എവിടെയാണ് കാണാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇൻഫ്ലോറസൻസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കുന്ന എന്താണ് ഇൻഫ്ലോറസൻസ്. എന്താണ്? നമ്മള് അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് നോക്കാണ് ഓൺ ദി ആക്സിസ്. അതായത് ഒരു പ്ലാന്റിന്റെ ആക്സിസിലെ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് നോക്കുമ്പോൾ ആ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് എന്തിന്റെ? ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ആക്സിസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഇൻഫ്ലോറസൻസ്. ഇനി ഇൻഫ്ലോറസൻസിൽ 2 ടൈപ്പ് മെയിൻലി നമ്മൾ പഠിച്ചിരുന്നു. എന്തൊക്കെ? ഒന്ന് റെസിമോസ് ആൻഡ് രണ്ടാമത്തേതോ സൈമോസ്. അതിന്റെ ഡയഗ്രം NCERT കൊടുത്തിട്ടുണ്ട്. റെസിമോസ് ഇൻഫ്ലോറസൻസിന് ഈ എക്സാമ്പിൾ ആണ്, അതായത് ഈ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. സൈമോസ് ഇൻഫ്ലോറസൻസിന് ഈ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന്റെ ഡിഫറൻസസ് ആണ്. ഡിഫറൻസസ് എന്താണ്? ഒരു പ്ലാന്റ് എടുത്തു ആൻഡ് ആ ഒരു പ്ലാന്റിന്റെ ഇതാണ് അതിന്റെ മെയിൻ ആക്സിസ്. ഇതിന്റെ മെയിൻ ആക്സിസ് ഇൻഡെഫിനിറ്റ്ലി വളരുകയാണെങ്കിൽ, അതായത് അതിന്റെ എൻഡിൽ ഒരു സ്ട്രക്ചറും വന്ന് അതിനെ പ്ലാന്റിന്റെ മെയിൻ ആക്സിസ് ഇൻഡിറ്റർമിനേറ്റ് ഗ്രോത്ത് കാണിക്കുകയാണെങ്കിൽ അതിന് എന്ത് ഇൻഫ്ലോറസൻസ് എന്ന് വിളിക്കും? റെസിമോസ് ഇൻഫ്ലോറസൻസ്. അപ്പോ ഇൻഡെഫിനിറ്റ് ഓർ ഇൻഡിറ്റർമിനേറ്റ് നമുക്ക് എഴുതാൻ പറ്റും എന്ത്? അതിന്റെ ഗ്രോത്ത്. പക്ഷെ സൈമോസ് ഇൻഫ്ലോറസൻസിന് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ പ്ലാന്റിന്റെ ആക്സിസില് എൻഡില് ഗ്രോത്ത് എങ്ങനെയാണ്? ഡെഫിനിറ്റ് ആണ്, അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അത് ലിമിറ്റഡ് ഗ്രോത്തേ അതിന് കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്കത് എങ്ങനെ വരക്കാൻ പറ്റും? റെസിമോസിന്റെ സൈഡില് ഫ്ലവേഴ്സ് ഒക്കെ വരും ആൻഡ് ഈ മെയിൻ ആക്സിസ് എങ്ങനെയാ? അൺലിമിറ്റഡ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി ഇതിന്റെ ന്യൂ ഫ്ലവേഴ്സ് ഇവിടെ വന്നു ആൻഡ് ഓൾഡ് ഫ്ലവേഴ്സ് എങ്ങനെയാണ്? ഏറ്റവും താഴെ. അപ്പോ മെയിൻ ആക്സ് കണ്ടിന്യൂസ്ലി ഗ്രോയിങ് ആണ്, കണ്ടിന്യൂസ്ലി ഗ്രോയിങ്. ആൻഡ് ഇതിന്റെ ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ വിളിക്കും അക്രോപീറ്റൽ മാനർ. അതേസമയം സൈമോസിന്റെ വരക്കാണെങ്കിൽ നമ്മൾ എങ്ങനെ വരക്കും? അതിന്റെ പ്ലാന്റിന്റെ മെയിൻ ആക്സിസിൽ ഒരു ഫ്ലവർ വന്ന് അതിനെ ലിമിറ്റ് ചെയ്തു, ഗ്രോത്ത് ലിമിറ്റ് ചെയ്തു. അപ്പൊ ഏറ്റവും ഓൾഡ് ഫ്ലവർ ആദ്യം തന്നെ വന്ന്, അതായത് ഏറ്റവും ആദ്യം വരുന്ന ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് ഫ്ലവർ എവിടെ വന്നു? നമ്മുടെ എൻഡിൽ വന്ന് ഒക്യുപ്പൈഡ് ആയി. എന്നിട്ട് ഗ്രോത്ത് ലിമിറ്റ് ചെയ്തു ഏതിന്റെ? മെയിൻ ആക്സിസിന്റെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മെയിൻ ആക്സിസ് ലിമിറ്റഡ് ഗ്രോത്തേ കാണിക്കുള്ളൂ, കാരണം എന്താ? അവിടെ ഫ്ലവർ വന്ന് ഒക്യുപ്പൈ ചെയ്യും. ഇനി അതിന്റെ ബാക്കിയുള്ള ന്യൂ ഫ്ലവേഴ്സ് എങ്ങനെ വരും? പിന്നെ വരുന്നത് ഈ സൈഡിൽ വരും, പിന്നെ ഏറ്റവും പുതിയത് ഇവിടെ വരും. അപ്പോ ഇതിൽ ന്യൂ ഫ്ലവർ എങ്ങനെയാണ്? ഇവിടെയാണ് ന്യൂ ഫ്ലവർ. ഓൾഡ് ഫ്ലവർ ആദ്യം കാണിച്ചു ഏത്? മെയിൻ ആക്സിസിന്റെ എൻഡില്. ഇനി ഈ അറേഞ്ച്മെന്റിനെ നമ്മൾ എന്ത് വിളിച്ചു? ഫ്ലവേഴ്സ് ആർ ബോൺ ഇൻ എ ബേസി പീറ്റൽ മാനർ. അപ്പൊ ഇതാണ് ഇൻഫ്ലോറസൻസിന്റെ 2 ടൈപ്പും അതിന്റെ ഡിഫറൻസസും. ഇനി ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം എങ്ങനെ. അതായത് മെയിൻ ആക്സിൽ ആദ്യമേ ഓൾഡസ്റ്റ്, അതായത് ന്യൂവസ്റ്റ് ഫ്ലവർ. ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ആദ്യം ഉണ്ടായ, ഡെവലപ്ഡ് ഫസ്റ്റ്, അങ്ങനെ ഫ്ലവർ വന്ന് ഒക്യുപ്പൈ ചെയ്തു. ഇനി ബഡ് ഒക്കെ കാണുന്നത് എവിടെയാണ്? സൈഡിലോട്ടാണ്. അപ്പോ ന്യൂ ഫ്ലവർ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ മാനർ എങ്ങനെയാണ്? ബേസി പീറ്റൽ. പക്ഷെ
റെസിമോസിൽ എങ്ങനെയാണ് അതിന്റെ മെയിൻ ആക്സിസ് അൺലിമിറ്റഡ് ഗ്രോത്ത്. അത് മെയിൻ ആക്സിസ് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ സൈഡിലോട്ട് പുതിയത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അവിടെ ബോൺ ലാറ്ററലി ഇൻ ആൻ ആക്രോപെറ്റൽ സക്സഷൻ ഇൻ ദി പൊസിഷൻ ഓഫ് യങ്ങസ്റ്റ് ഫ്ലോറൽ ബഡ് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? എവിടെയാണ്? അതായത് ഒരു പ്ലാന്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മോസ്റ്റ് പ്രോക്സിമൽ എൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഈ ഡയഗ്രം കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും അടുത്തുള്ള, കൺസിഡറബിളി. ഇനി ഡിസ്റ്റൽ എന്ന് പറയുന്നത് റൂട്ടിലേക്ക് പോകുന്ന ആ ഒരു എൻഡ്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മോസ്റ്റ് പ്രോക്സിമൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ഒരു ഏരിയ ആയിരിക്കില്ലേ മോസ്റ്റ് പ്രോക്സിമൽ. ആൻഡ് ഡിസ്റ്റൽ എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ള ഏരിയാസും. അപ്പോ ഇതിലിപ്പോ ചോദിച്ചിരുന്ന ആക്രോപെറ്റൽ മാനർ ആണ്. ആക്രോപെറ്റൽ മാനറിൽ ഇവിടെ എന്തായിരിക്കും ആൻസർ? മോസ്റ്റ് ഡിസ്റ്റൽ ആയിരിക്കോ മോസ്റ്റ് പ്രോക്സിമൽ ആയിരിക്കോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്രോപെറ്റലിന്റെ പൊസിഷൻ ഓഫ് യങ്ങസ്റ്റ് ഫ്ലോറൽ ബഡ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? മോസ്റ്റ് ഡിസ്റ്റൽ ആയിരിക്കും, ഏറ്റവും ഡിസ്റ്റൽ ഏരിയയിലായിരിക്കും ന്യൂ ഫ്ലവർ ബഡ് ഏതിൽ വരുന്നത്? ആക്രോപിറ്റൽ മാനറിൽ വരുന്നത്. അപ്പൊ ന്യൂ ഫ്ലവർ എവിടെയായിരിക്കും വരുന്നത്? മോസ്റ്റ് ഡിസ്റ്റൽ റീജിയൻ. അപ്പോ അതിന്റെ സൊല്യൂഷൻ നമുക്ക് വായിച്ചു നോക്കുകയാണെങ്കിൽ റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിൽ മെയിൻ ആക്സിസ് എന്താവുന്നതാണ്? കണ്ടിന്യൂസ് ടു ഗ്രോ ആൻഡ് ഫ്ലവേഴ്സ് ആർ ബോൺ ലേറ്ററലി ഇൻ ആൻ ആക്രോപെറ്റൽ സക്സഷൻ. യങ്ങസ്റ്റ് ഫ്ലവർ എവിടെയായിരിക്കും? പ്രസന്റ് അറ്റ് ദി അപ്പെക്സ് ആൻഡ് ഓൾഡസ്റ്റ് ഫ്ലവർ എവിടെയായിരിക്കും? അറ്റ് ദി ബേസ്. ഇനി റെസിമോസിൽ ഗ്രോത്ത് ഓഫ് ദി ഫ്ലോറൽ ആക്സിസ് അൺലിമിറ്റഡ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിരിക്കും. അതേസമയം സൈമോസ് എടുത്ത് നോക്കിയാൽ മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ. അപ്പോ അവിടെയാണ് ഏത്? മോസ്റ്റ് പ്രോക്സിമൽ കാണുന്നത്. ആൻഡ് ഹെൻസ് ലിമിറ്റഡ് ഇൻ ഗ്രോത്ത്. The flowers are born in a basipetal manner. Cymos basipetal. ഇനി യങ്ങസ്റ്റ് ഫ്ലവർ എവിടെയായിരിക്കും? അറ്റ് ദി ബേസിലായിരിക്കും, ബേസിപിറ്റൽ മാനറിൽ. ആൻഡ് ഓൾഡസ്റ്റ് ഫ്ലവർ പ്രസന്റ് അറ്റ് ദി അപ്പെക്സ്. ഇൻ സൈമോസ് ഇൻഫ്ലോറസൻസ് എങ്ങനെയാണ്? ഓൾഡസ്റ്റ് ഫ്ലവർ നമുക്കറിയാം ലിമിറ്റ് ചെയ്ത് നടുക്ക് തന്നെ വന്ന് ഉണ്ടാവും. ഈ എക്സാമ്പിൾ കാണുന്ന പോലെ അറ്റ് ദി സെന്റർ മോസ്റ്റിലാണ് ഓൾഡസ്റ്റ് ഫ്ലവർ വരിക. ആൻഡ് യങ്ങസ്റ്റ് പെരിഫറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഇസ് കോൾഡ് സെൻട്രിഫ്യൂഗൽ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 3. ഈ സെൻട്രിഫ്യൂഗലിലെ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. എങ്ങനെ? ഓർഡർ ഓഫ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. റെസിമോസിൽ ഓർഡർ ഓഫ് ഓപ്പണിംഗ് എങ്ങനെയാണ്? സെൻട്രിപീറ്റൽ. അതേസമയം സൈമോസിൽ, അതായത് ഡെഫിനറ്റ് ഗ്രോത്ത് കാണിക്കുന്നതിൽ എങ്ങനെയായിരിക്കും? സെൻട്രിഫ്യൂഗൽ. ഇതിനെങ്ങനെ നമുക്ക് വരക്കാൻ പറ്റും? ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. ഈ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഓൾഡസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇതിന്റെ ആണെങ്കിൽ ഏറ്റവും ന്യൂ, ഏറ്റവും താഴെ ബേസിപിറ്റൽ സക്സഷൻ. പിന്നെ കുറച്ചും കൂടി വലുത് അതിന്റെ മേലെ, കുറച്ചും കൂടി വലുത് അതിന്റെ മേലെ. ഇനി ഏറ്റവും വലുത്, ഏറ്റവും ഓൾഡസ്റ്റ് ഏറ്റവും മേലെ. ഇനി ഇത് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് എന്തുണ്ട്? ഒരു എ പോലത്തെ ഇതിലല്ലേ കാണുന്നത്? ആൻഡ് ഓൾഡസ്റ്റ് ഫ്ലവർ എന്റെ ഏറ്റവും താഴെയുള്ള പോലെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഓർത്തു വെക്കാം? ആക്രോപീറ്റൽ സക്സഷൻ ആയിട്ട് ഓർത്തു വെക്കാം. ഇനി ഇതാണെങ്കിൽ നേരെ തിരിച്ച്, ആ ഹോൾ എ എന്ന് പറയുന്ന സ്ട്രക്ചർ നേരെ തിരിച്ച്, അതായത് ഇൻവേർട്ടഡ് എ പോലെയാണ്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ ഓർത്തു വെക്കാം? ബേസിപിറ്റൽ മാനർ എന്ന് ഓർത്തു വെക്കാം. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാണെങ്കിൽ ദ മെച്ചോർ സീഡ്സ് ഓഫ് പ്ലാന്റ്സ് സച്ച് എസ് ഗ്രാം ആൻഡ് പീ possess no endosperm because. അതായത് ഗ്രാം ആൻഡ് പീ, ഗ്രാമിനെയും പീനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഗ്രാമും പീയും എന്ത് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്? ഡൈക്കോട്ട് ആണ്. ഇനി അത് പറഞ്ഞിരിക്കുന്ന ഗ്രാമിലും പീയിലും എന്താണ്? എൻഡോസ്പേം ഇല്ല. ആൻഡ് അതിന്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? എന്താണ് എൻഡോസ്പേം? എന്താണ്? നമുക്കറിയാം മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു മെയിൽ ഗാമറ്റ് സിൻഗാമി നടത്തി എന്ത് ഫോം ചെയ്യും? ഒരു നമ്മൾ എക്സെല്ലുമായിട്ട് വിത്ത് എക്സെൽ എന്തുണ്ടാക്കും? ഒരു സൈഗോട്ട് ഉണ്ടാക്കും. ഇനി അതേസമയം ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടി നടക്കുന്നത്. അതായത് സെൻട്രൽ സെല്ലിലെ 2 പോളാർ ന്യൂക്ലിയ ആയിട്ട്
ഇനി അഗെയിൻ ഫെർട്ടിലൈസേഷൻ ആണ് വിത്ത് പോളാർ ന്യൂക്ലിയൈ. അതും എത്രയുണ്ട്? 2 പോളാർ ന്യൂക്ലിയായിട്ട് ചേർന്ന് എന്തിനാ ഒരു പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് പിന്നെ എന്തായിട്ട് ഡെവലപ്പ് ആവുന്നത്? എൻഡോസ്പെർം. അപ്പോ ഇതിന്റെ പ്ലോയിഡി 3n ആയിരിക്കും, ഇതിന്റെ 2n ആയിരിക്കും. ഇനി ഈ എൻഡോസ്പെർമിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇനി ഈ എൻഡോസ്പെർമിന്റെ ഫംഗ്ഷൻ എന്താണ്? ഗിവ് ന്യൂട്രീഷൻ ടു ദി ഡെവലപ്പിംഗ് സൈഗോട്ട് അല്ലെങ്കിൽ സീഡ്. ന്യൂട്രീഷൻ ടു ദി ഡെവലപ്പിംഗ് എംബ്രിയോ. ഇനി പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏതില് നമ്മൾ മോണോകോട്ടിലും ഡൈകോട്ടിലും വേറെ വേറെ രീതിയിലാണ് പഠിക്കുന്നത്. ഇനി അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഡൈകോട്ടില് ഇൻ ഡൈകോട്ട്സ് അപ്പൊ അതിന്റെ ഗ്രോത്ത്, അതായത് സീഡും അതിന്റെ എംബ്രിയോന്റെ ഗ്രോത്തിന്റെ സമയത്ത് എന്ത് സംഭവിക്കും? അതായത് ഈ എൻഡോസ്പെർം യൂസ്ഡ് അപ്പ് ഫോർ എന്തിന്? ഡെവലപ്മെന്റ് ആൻഡ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ നമ്മുടെ മെച്ചോർ സീഡ്സില്. അതായത് എംബ്രിയോന്റെ ഗ്രോത്ത് നടക്കാണ്. ആ ഗ്രോത്തിനാണ് നമ്മൾ ആക്ച്വലി ഈ എൻഡോസ്പെർം ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. ആ എൻഡോസ്പെർം കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ആയിട്ട് എന്താവും? മെച്ചോർ സീഡിൽ നോക്കിയാൽ ഈ എൻഡോസ്പെർം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതിനൊരു എക്സെപ്ഷൻ, അത് ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യാണ്. എക്സെപ്ഷൻ, ഡൈകോട്ടിന് നോർമലി എൻഡോസ്പെർം യൂസ്ഡ് അപ്പ് ആണ് ഉണ്ടാവാറില്ല മെച്ചോർ സീഡിൽ. പക്ഷെ ഏതിന്റെ കേസിലാണ്? ഇൻ സം സീഡ്സ് സച്ചസ് കാസ്റ്റർ എന്താണ്? ഇത് ഫുഡ് സ്റ്റോറിംഗ് ടിഷ്യൂ ആയിട്ട് പ്രസന്റ് ആണ് ഇൻ മെച്ചോർ സീഡ്സ് ഓൾസോ. അപ്പൊ അതിനെന്താണ്? എൻഡോസ്പെർമിക് സീഡ് ആണ് ഉള്ളത്. ഇനി ഈ നോർമൽ കേസ്, അത് നോൺ എൻഡോസ്പെർമസ് ആണ് ആര്? ഡൈകോട്ട്സ്. അതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബീൻ, ഗ്രാം, പീ എന്നൊക്കെ പറയാൻ പറ്റും. ഇനി മോണോകോട്ട്സിൽ എന്ത് പറ്റും? മോണോകോട്ട്സില് ജനറലി എങ്ങനെയാന്ന് വെച്ചാല് സീഡ് എൻഡോസ്പെർമിക് ആണ്. എൻഡോസ്പെർമിക് എന്ന് പറഞ്ഞാൽ എൻഡോസ്പെർം ടിഷ്യൂ സ്റ്റിൽ പ്രസന്റ് ആയിരിക്കും മെച്ചോർ സീഡ്സിലും. പക്ഷെ ഇതിനും എന്തുണ്ട്? ഒരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ മോണോകോട്ട് വിചാരിക്കും നമ്മൾ എന്ത് വിചാരിക്കും? എൻഡോസ്പെർമിക് ആയിരിക്കും എന്നാണ് വിചാരിക്കുക. എക്സെപ്റ്റ് ഓർക്കിഡ്. ഓർക്കിഡ് എങ്ങനെയാണ്? നോൺ എൻഡോസ്പെർമിക് ആണ്, ലൈക്ക് നമ്മുടെ ഡൈകോട്ട്സ്. അപ്പൊ രണ്ടിലെയും എക്സെപ്ഷൻസ് പഠിച്ചു. ഇനി എങ്ങനെയാണ് യൂഷ്വൽ കേസ് എന്നുള്ളതും പഠിച്ചു. ഇനി ഇതെങ്ങനെ ഓർത്തു വെക്കുന്ന പറഞ്ഞാല് NCERT നിങ്ങൾ പഠിക്കുമ്പോൾ 67th പേജിൽ നിങ്ങൾക്ക് എന്താണ്? ഒരു ഡയഗ്രാം കാണാൻ പറ്റും. ഏതിന്റെ? ഒരു സ്ട്രക്ചർ ഓഫ് മോണോകോട്ടിലിഡനസ് സീഡിന്റെ. ആ സ്ട്രക്ചറിൽ നിങ്ങൾ എന്തും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്? എൻഡോസ്പെർം കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ജനറൽ ഡയഗ്രത്തിൽ എൻഡോസ്പെർം മാർക്ക് ചെയ്താൽ നമ്മൾ എന്ത് വിചാരിക്കണം? ജനറലി മോണോകോട്ട്സിന്റെ സീഡ്സിന് എന്താന്ന് ആലോചിക്കാം? എൻഡോസ്പെർമിക്കാന്ന് ആലോചിക്കാം. പക്ഷെ അതിന് എക്സെപ്ഷൻ അറിഞ്ഞിരിക്കുക. ഇനി അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഡൈകോട്ട് എങ്ങനെയാണ്? നോൺ എൻഡോസ്പെർമിക് ആണ്. കാരണം അതെന്താണ്? എംബ്രിയോന്റെ ഗ്രോത്തിന്റെ സമയത്ത് യൂസ്ഡ് അപ്പ് ആയി പോവാണ്. ജനറൽ എക്സാമ്പിൾ ബീൻ, ഗ്രാം, പീ. പക്ഷെ എക്സെപ്ഷൻ കൂടി അറിഞ്ഞിരിക്കുക. കാസ്റ്റർ എങ്ങനെയാണ്? അവരിൽ മെച്ചോർ ആയിട്ടും സീഡ്സ് എൻഡോസ്പെർമിക് ആയിരിക്കും. കാരണം ഇറ്റ് ഇസ് സ്റ്റിൽ പ്രസന്റ് ആസ് എ ഫുഡ് സ്റ്റോറിംഗ് ടിഷ്യൂ. ഈ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. അപ്പൊ നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ മെച്ചോർ സീഡ്സ് ഓഫ് പ്ലാന്റ്സ് സച്ചസ് ഗ്രാം ആൻഡ് പീ. ഗ്രാം ആൻഡ് പീൽ എങ്ങനെയാണ്? പൊസസ് നോ എൻഡോസ്പെർം ബിക്കോസ്. ഓപ്ഷൻ എ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് എന്താ? ദീസ് പ്ലാന്റ്സ് ആർ നോട്ട് ആൻജിയോസ്പെർംസ്. എന്താണ്? തെറ്റാണ്. ഇനി ദർ ഇസ് നോ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇൻ ദം. അതും എങ്ങനെയാണ്? തെറ്റാണ്. ഇനി തേർഡ്, എൻഡോസ്പെർം ഇസ് നോട്ട് ഫോംഡ് ഇൻ ദം. അതും എങ്ങനെയാണ്? തെറ്റാണ്. കാരണം എന്താ? ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എല്ലാ ആൻജിയോസ്പെർംസിലും ഉണ്ട്. എല്ലാ ആൻജിയോസ്പെർംസിലും ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ എന്ത് വരും? എൻഡോസ്പെർം നാച്ചുറലി ഫോംഡ് ആവും ഫോർ ന്യൂട്രീഷൻ. ഇനി അതിന്റെ ആൻസർ എന്ത് വരും? ഈ എൻഡോസ്പെർം ഫോംഡ് ആയിരുന്നു, പക്ഷെ ഇറ്റ് ഗെറ്റ്സ് യൂസ്ഡ് അപ്പ് ബൈ ദി ഡെവലപ്പിംഗ് എംബ്രിയോ ഡ്യൂറിംഗ് സീഡ് ഡെവലപ്മെന്റ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായി? ഡി. ഇനി ഈ സൊല്യൂഷനും കൂടെ നോക്കി നോക്കാം. ഗ്രാമും ബിയും എന്താന്ന് പറഞ്ഞു? ഡൈക്കോട്ടാന്ന് പറഞ്ഞു. എന്താണ് എൻഡോസ്പെർം എന്ന് പറഞ്ഞു? ന്യൂട്രീഷൻ പ്രൊവൈഡിംഗ് ടിഷ്യൂ. ഇനി ആൻജിയോസ്പെർംസിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ എന്തായാലും എൻഡോസ്പെർം ഫോംഡ് ആവും. ഇതിന്റെ ജോലി എന്താണ്? ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളത്.
ഇനി ആൻജിയോസ്പേമില് ഡൈക്കോട്ടും മോണോക്കോട്ടും വേറെ തിരിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ കേസും എക്സെപ്ഷൻസും എക്സാമ്പിൾസും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4. റൂട്ട്സ് ഡെവലപ്ഡ് ഫ്രം പാർട്സ് ഓഫ് ദി പ്ലാന്റ് അതർ ദൻ റാഡിക്കൽ ആർ കോൾഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമ്മള് 4th ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ 4th ക്വസ്റ്റ്യനിൽ എന്താണ് റൂട്ട്സ് റാഡിക്കൽ അല്ലാണ്ട് ഉണ്ടായി വരുന്ന റൂട്ട്സിനെ എന്ത് വിളിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ? അപ്പൊ നമുക്കൊരു ജനറൽ ഒരു സീഡ് വരക്കാണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? അതിന് 2 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതിപ്പോ എന്താണ് മോണോക്കോട്ടാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോ NCERT കൊടുത്ത ഡയഗ്രാം വരക്കാണെങ്കിൽ അതൊരു ഡൈക്കോട്ട് സീഡിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ ചെറിയ സ്ട്രക്ചർ ഉണ്ട് നടുക്ക്. ഈ ചെറിയ സ്ട്രക്ചറിൽ ഈ 2 കാണുന്ന എന്താണ്? കോട്ടിലിഡൻസ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നേരത്തെ ക്വസ്റ്റ്യനിൽ ഈ ഡൈക്കോട്സിൽ എൻഡോസ്പം യൂസ്ഡ് അപ്പ് ആയി ഓൾറെഡി. ഇപ്പൊ മെച്ചോർ സീഡ്സിലില്ല. അപ്പൊ പിന്നെ മെച്ചോർ സീഡ്സിന് ന്യൂട്രീഷൻ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? ഡൈക്കോട്ടിൽ ഓൾറെഡി 2 കോട്ടിലിഡൻസ് ഉണ്ട്. ഈ കോട്ടിലിഡൻസിൽ എന്ത് സ്റ്റോർഡ് ആയിരിക്കും? ഫുഡ് സ്റ്റോർഡ് ആയിരിക്കും. ആൻഡ് ഈ കോട്ടിലിഡൻസ് ആണ് മെച്ചോർ സീഡ്സിനും ന്യൂട്രീഷൻ കൊടുക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇങ്ങനെ വിചാരിക്കും ഇത് എൻഡോസ്പം ഓൾറെഡി ഗ്രോത്തിന് യൂസപ്പ് ചെയ്താൽ ബാക്കിയുള്ള സീഡ് എങ്ങനെയാണ് ന്യൂട്രീഷൻ കണ്ടെത്തുന്നതെന്ന് ഡൗട്ട് തോന്നും. അതിന്റെ ആൻസർ ആണ് ഈ ഡൈക്കോട്ടിലെ 2 കോട്ടിലിഡൻസും ആക്ച്വലി എന്താണ്? ഫുഡ് സ്റ്റോറിംഗ് ടിഷ്യൂ ആണ്. അപ്പോ ഈ കോട്ടിലിഡൻസ് വരച്ചു. ആൻഡ് ഈ കോട്ടിലിഡൻസിന്റെ കൂടെ തന്നെ എന്തുണ്ട്? ഒരു പ്ലുമ്യൂൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഒരു റാഡിക്കൽ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് ഈ പ്ലുമ്യൂൾ എന്താണ്? ഫ്യൂച്ചർ ഷൂട്ട്, അത് മേലോട്ട് വളരുന്ന ഷൂട്ട്. റാഡിക്കൽ എന്താണ്? ഫ്യൂച്ചർ റൂട്ട്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന റൂട്ട്സ് ഡെവലപ്ഡ് ഫ്രം പാർട്സ് ഓഫ് ദി പ്ലാന്റ് അതർ ദാൻ റാഡിക്കൽ. റാഡിക്കൽ ആണ് ജനറലി ഫ്യൂച്ചറിൽ റൂട്ട് ആവുക. പക്ഷെ ഈ റാഡിക്കൽ എന്ന് അല്ലാണ്ട് ഡെവലപ്പ് ആവുന്ന റൂട്ടിനെ എന്ത് വിളിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്താണ്? NCERT കൃത്യമായിട്ട് പറഞ്ഞത് അഡ്വന്റീഷ്യസ് റൂട്ട്സ്. അഡ്വന്റീഷ്യസ് റൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ റൂട്ട്സ് ഡെവലപ്ഡ് ഫ്രം പാർട്സ് അതർ ദാൻ റാഡിക്കൽ. ഇങ്ങനെ അഡ്വന്റീഷ്യസ് റൂട്ടാന്ന് അറിഞ്ഞിരിക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ചോദിച്ചിരിക്കുന്ന വീനേഷൻ ഇസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ദി പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ്. വീനേഷൻ എന്ന് പറഞ്ഞ പേരിൽ തന്നെ എന്തുണ്ട്? നമുക്ക് വെയിൻ ആണെന്ന് ഊഹിച്ചെടുക്കാൻ പറ്റും. അപ്പൊ എന്തിന്റെ അറേഞ്ച്മെന്റിനാണ് വീനേഷൻ എന്ന് പറയാ? വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ എ ലാമിന. വെയിൻസിനെയും വെയിൻലെറ്റ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് വീനേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വീനേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വീനേഷൻ എന്താണ്? 2 ടൈപ്പ് ഉണ്ട്. അതിലൊന്ന് റെട്ടിക്യുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും. ഇനി റെട്ടിക്യുലേറ്റ് വീനേഷൻ എന്താണ്? ഒരു ലീഫ് ഉണ്ട്. ആൻഡ് ഈ ലീഫിന് എങ്ങനെയാണ്? ഒരു മിഡ്രിബ് ഉണ്ട്. ആൻഡ് ഈ മിഡ്രിബിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വെയിൻസ് കാണാൻ പറ്റും. ആൻഡ് ഈ വെയിൻസ് തന്നെ ചെറിയ 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 വെയിൻലെറ്റ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോ പാരലൽ ആണെങ്കിലോ ഒരു വലിയ ലീഫ് ഉണ്ട്. ആൻഡ് ഈ ലീഫിന് ഒരു പ്രത്യേകിച്ചൊരു മിഡ്രിബ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. അല്ലാണ്ട് ഇങ്ങനെ പാരലലി ഒരേപോലത്തെ കുറെ വെയിൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഈ ലീഫ് ലാമിനയില് എങ്ങനെയാണ് ഈ വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സിന്റെ അറേഞ്ച്മെന്റ് അതിനെ പറയുന്നതാണ് വീനേഷൻ. ആൻഡ് ഈ വെയിൻസ് പാരലൽ ആയിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഇൻ ദിസ് പിക്ചർ പാരലലി റൺ ചെയ്യുന്ന വെയിൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ പാരലൽ വീനേഷൻ എന്ന് വിളിക്കും. ആൻഡ് ഇങ്ങനെ ഒരു മിഡ്രിബ് ഉണ്ട് ആൻഡ് അതിന് ചുറ്റും വെയിൻലെറ്റ്സ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ റെട്ടിക്യുലേറ്റ് വീനേഷൻ എന്ന് വിളിക്കും. ഇനി ജനറലി ഇൻ ഡൈക്കോട്സ് നമ്മൾ ഏതാണ് കാണുന്നത്? റെട്ടിക്യുലേറ്റ് വീനേഷൻ. ആൻഡ് മോണോകോട്സിന് നമ്മൾ എങ്ങനെയാണ്? പാരലൽ വീനേഷൻ ആണ് കാണാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ഗ്രാസിന്റെ ഒരു എക്സാമ്പിൾ ഓർത്തു വെക്കാം. ആൻഡ് ഗ്രാസിന്റെ എക്സാമ്പിൾ നമുക്ക് എന്ത് മനസ്സിലാവും? അവർക്ക് പാരലൽ വീനേഷൻ ആണല്ലോ. അപ്പൊ പാരലൽ വീനേഷൻ മോണോകോട്ടിലും ആണ് ജനറലി കാണുക.
റെട്ടിക്കുലേറ്റ് ജനറലി ഡൈക്കോട്ട് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 പോവാണെങ്കിൽ എൻഡോസ്പെർം പ്രോഡക്റ്റ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് ആബ്സെന്റ് ഇൻ ദ സീഡ്സ് ഓഫ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിന്റെ സീഡിലാണ് എൻഡോസ്പെർം ഇല്ലാത്തത്? ഇതിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്ത് ഡൈക്കോട്ടിന്റെയും മോണോക്കോട്ടിന്റെയും വിശദീകരിച്ച് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞിരുന്നു? മെച്ചോർ സീഡ്സിൽ ജനറലി ഡൈക്കോട്ടിന് എന്തില്ല, എൻഡോസ്പെർം ഉണ്ടാവാറില്ല. കാരണം ഓൾറെഡി ഗ്രോത്തിന് യൂസ്ഡ് അപ്പ് ചെയ്തു. ആൻഡ് അവർക്ക് വലിയ 2 ഡൈക്കോട്ടിലിഡൻസും ഉണ്ട്. അപ്പോ എന്താണ്, അവർക്ക് ജനറലി നോൺ എൻഡോസ്പെർമസ് ആണ്. അതിന് എക്സെപ്ഷൻ എന്താണ്? കാസ്റ്റർ ബീങ് എ ഡൈക്കോട്ട്, അവർക്ക് എൻഡോസ്പെർമിക് സീഡ്സ് ആണ് ഉള്ളത്. അവർക്ക് എൻഡോസ്പെർം ഉണ്ട്. ഇനി ജനറലി ഏതിന്? മോണോക്കോട്ടിന് എൻഡോസ്പെർമിക് ആണ്. പക്ഷെ എക്സെപ്ഷൻ അഗെയിൻ ഓർക്കിഡ് ബീങ് എ മോണോക്കോട്ട്, അവർക്ക് എങ്ങനെയാണ്? നോൺ എൻഡോസ്പെർമിക് സീഡ് ആണ് ഉള്ളത്. അപ്പോ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഓർക്കിഡ് മോണോക്കോട്ട് ആയിട്ടും അതിന്റെ എക്സെപ്ഷൻ എന്താണ്? നോൺ എൻഡോസ്പെർമിക് സീഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എൻഡോസ്പെർം ഇസ് ആബ്സെന്റ് ഇൻ ഓർക്കിഡ് എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി, ഓർക്കിഡ്. ഇനി കാസ്റ്റർ എങ്ങനെയാണ്? കാസ്റ്റർ ആക്ച്വലി ഡൈക്കോട്ട് ആണ്. പക്ഷെ ഡൈക്കോട്ട് ആണ്, അതിന് നോൺ എൻഡോസ്പെർമിക് ആണെന്ന് ജനറൽ റൂൾ നോക്കിയാൽ നമുക്ക് ഇതാണ് ആൻസർ തോന്നും. പക്ഷെ എന്താണ്? കാസ്റ്റർ ഇസ് എൻ എക്സെപ്ഷൻ. എന്താണ്? ഡൈക്കോട്ട് ആയിട്ടും അവർക്ക് എൻഡോസ്പെർമിക് സീഡ് ആണ്. കാരണം എൻഡോസ്പെർം ഇസ് പ്രസന്റ്. പിന്നെ ബാക്കിയൊക്കെ നമുക്കറിയാം എന്താണ്? എക്സെപ്ഷൻ ഇല്ലാത്ത നോർമൽ കേസസ് ആണ്. അപ്പൊ അതിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ എക്സെപ്ഷൻസ് അറിഞ്ഞിരിക്കാം. ഇനി മെനി പൾസസ് ഓഫ് ഡെയിലി യൂസ് ബിലോങ് ടു വൺ ഓഫ് ദ ഫാമിലീസ് ബിലോ. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൾസസ്, ഡെയിലി ഉപയോഗിക്കുന്ന പൾസസിന്റെ ഏത് ഫാമിലിയാണ് നമ്മൾ പഠിച്ചത്? ഫെബേസിയെ. അപ്പൊ അതിന് ആൻസർ എന്തുവരും? ഫെബേസിയെ. ഇനി സൊളനേസിയയിൽ എന്താണ് നമ്മൾ പഠിച്ചത്? സൊളനേസിയെ പൊട്ടേറ്റോ ഫാമിലി ആണെന്നാണ് പഠിച്ചത്. അതിൽ പൾസസ് ഒന്നും അല്ല പഠിച്ചത്. ലില്ലിയേസിയെ ലില്ലി ഫാമിലി നമുക്കറിയാം. പൊയേസിയെ എങ്ങനെയാണ്? സീരിയൽ അല്ലെങ്കിൽ ഗ്രാസ് ഫാമിലി ഏതാന്ന് വെക്കുമ്പോൾ നിങ്ങൾ ഇതൊരു ജനറൽ നോളജ് പോലെ അറിഞ്ഞിരിക്കുക, പൊയേസിയെ. അപ്പൊ ഇതേപോലെ പൾസസ് ഫാമിലി എന്ന് വെച്ചാൽ ഫെബേസിയെ, സീരിയൽ ഫാമിലി എന്ന് വെച്ചാൽ പൊയേസിയെ പറയാൻ അറിയണം. ഇനി പ്ലാസെന്റ ഇസ് അറ്റാച്ച് ടു ദി ഡെവലപ്പിംഗ് സീഡ് നിയർ ദി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡെവലപ്പിംഗ് സീഡിന്റെ ഏത് ഭാഗത്താണ് പ്ലാസെന്റ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അപ്പോ നമ്മള് സാധാരണ ഒരു ഒവ്യൂളിന്റെ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ആ ഡയഗ്രാം എങ്ങനെ ഇരിക്കും? സാധാരണ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഏറ്റവും നടുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു എൻഡില് ആന്റിപോഡൽ സെൽസ് കാണാൻ പറ്റും. മറ്റേ എൻഡിൽ എങ്ങനെ? എംബ്രിയോ സാക്ക് കാണാൻ പറ്റും. ഒരു എക്സെല്ലും 2 സൈനർജിഡ് സെല്ലുള്ള ഇത് നടുക്ക് 2 സെൻട്രൽ സെല്ലില് 2 പോളാർ ന്യൂക്ലിയായി. ഇനി ചുറ്റും എന്താണ്? ഇങ്ങനെ ഒരു സാധനം. ഇനി ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രാം കണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ചലാസിൽ എന്ത് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇതാണ് ചലാസിൽ പോൾ. ഇനി ഈ സ്റ്റോക്കിനെ വിളിക്കുന്നതാണ് ഫ്യൂണിക്കിൾ. ഈ എൻഡിനെ വിളിക്കുന്നതാണ് എന്ത്? ഹൈലം. ആൻഡ് ഈ ചെറിയ ഓപ്പണിംഗ് കൂടെ കാണുന്നില്ലേ? ആ ഓപ്പണിംഗ് ആണ് മൈക്രോ പൈൽ. ഇനി ഈ 2 സാധനങ്ങൾ എന്താ? ഇന്നർ ആൻഡ് ഔട്ടർ ഇന്റഗ്യുമെന്റ്. ഇത് ഔട്ടർ ഇന്റഗ്യുമെന്റ്, ഇത് ഇന്നർ ഇന്റഗ്യുമെന്റ്. ഇനി ഇതിന് ചുറ്റും ന്യൂസെല്ലസ് ഉണ്ട്. ഇത് എംബ്രിയോ സാക്ക്. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? പ്ലാസെന്റ എവിടെയാണ് ഡെവലപ്പിംഗ് സീഡിന്റെ അറ്റാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എല്ലാവരും അറിഞ്ഞിരിക്കുക. എവിടെയാണ് പ്ലാസെന്റ അറ്റാച്ച്ഡ്? നിയർ ദി ഹൈലം. ഹൈലത്തിന്റെ അടുത്താണ് പ്ലാസെന്റ അറ്റാച്ച് ചെയ്യുന്നത് ഇൻ എ ഡെവലപ്പിംഗ് സീഡ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഇസ് യൂസ് ടു എക്സ്ട്രാക്ട് ബ്ലൂ ഡൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലൂ ഡൈ ഏതിനാണ്? ഇസ് ഒബ്റ്റെയിൻഡ്. ഇത് ജനറൽ നോളജ് ആണ്, പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ജനറലി അറിഞ്ഞിരിക്കുക ഫാക്ട് ആണ്. ബൈ ഹാർട്ട് ചെയ്യുക. ഇൻഡിഗോ ഫെറ ടിങ്ടോറിയ. ഫാബേസിയയിലെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ആൻഡ് ഇത് എന്ത് ഈൽഡ് ചെയ്യും? ബ്ലൂ ഡൈ എക്സ്ട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ബ്ലൂ ഡൈ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കാം. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ.
അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇൻഡിഗോന് ബ്ലൂ കളറിനും കൂടി അറിയുന്നത്? കാരണം ഇൻഡിഗോ ഫെറ എന്ന് പറഞ്ഞ പ്ലാന്റിൽ നമുക്ക് ബ്ലൂ ഡൈ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി മാച്ച് ദി ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ അല്യൂറോൺ ലെയർ, പാർഥെനോകാർപ്പിക് ഫ്രൂട്ട്, ഒവ്യൂൾ ആൻഡ് എൻഡോസ്പെം. ഇതെന്താണ്? അല്യൂറോൺ ലെയർ എന്തിനാണ്? നമ്മൾ ഡയഗ്രാം മറ്റേ മോണോകോട്ടിന്റെ ഡയഗ്രാം അല്യൂറോൺ ലെയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു ലെയർ ആണത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ എന്ത്? ഇൻ ന്യൂട്രീഷൻ. അപ്പൊ എ എന്ത് വരും? 2 എന്ന് വരും. ഇനി ബി എന്താണ്? പാർഥെനോകാർപ്പിക് ഫ്രൂട്ട്. പാർഥെനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിനാണ് പാർഥെനോകാർപ്പിക്. അപ്പൊ അത് ഏതുമായിട്ട് മാച്ച് ചെയ്യും? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇനി ഒവ്യൂൾ എന്താണ് ഡെവലപ്പ് ചെയ്യുക? ഒവ്യൂൾ ആണ് നമ്മുടെ ഫ്യൂച്ചർ സീഡ്. ഇനി എൻഡോസ്പെം എങ്ങനെയാണ്? എൻഡോസ്പെം ഫോംഡ് ആവുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ കൊണ്ടാണ്. അപ്പൊ ഡി എന്ത് വരും? 3. അപ്പോ A2 B1 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ? A2 B1 C4 D3. അതിന് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി. അല്യൂറോൺ ലെയർ ഫോർ ന്യൂട്രീഷൻ, പാർഥെനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ സീഡ്, ആൻഡ് എൻഡോസ്പെം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇനി വെരി ഷോർട്ട് ആൻസർ ടൈപ്പില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട്സ് ഒബ്റ്റെയിൻ ഓക്സിജൻ ഫ്രം എയർ ഇൻ ദി സോയിൽ ഫോർ റെസ്പിറേഷൻ. ഇൻ ദി ആബ്സെൻസ് ഓർ ഡെഫിഷ്യൻസി ഓഫ് O2, root growth is restricted or completely stopped. How do the plants growing in marshlands അല്ലെങ്കിൽ swamps obtain their oxygen for എന്തിന്? for root respiration ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? മാർഷി സോയിലിൽ ഡെവലപ്പ് ചെയ്യുന്നത്, മാർഷ് ലാൻഡ്സിൽ അല്ലെങ്കിൽ സ്വാംസിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്ലാന്റ്സിന് എങ്ങനെയാണ് ഓക്സിജൻ കിട്ടുക? അപ്പോ അതിന്റെ ആൻസർ എന്ത് വരും? അതായത് ചില പ്ലാന്റ്സ് ലൈക്ക്, ഈ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്, റൈസോഫോറ ആൻഡ് സോണറേഷ്യ. ഈ 2 പ്ലാന്റ്സും എങ്ങനെയാണ്? അവര് മാർഷി അല്ലെങ്കിൽ സ്വാമ്പ് ഏരിയാസിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ്. ഇനി അവരുടെ ഉള്ളിലോട്ട്, അതായത് റൂട്ട്സ് താഴോട്ട് വളർന്ന അവർക്ക് എന്താണ്? ഓക്സിജൻ ഡെഫിഷ്യൻസി വരും. അപ്പൊ ഇതിൽ എങ്ങനെയാണ് കാണാൻ പറ്റുക? their roots are negatively geotropic. നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? അഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. കാരണം റൂട്ട് ജനറലി നമ്മൾ താഴോട്ടാണ്, എല്ലാ ട്രീസിന്റെ അടുത്തൊക്കെ താഴോട്ടാണ് വളരുക. പക്ഷെ ഈ സ്വാമ്പി അല്ലെങ്കിൽ മാർഷി ഏരിയാസിൽ കാണുന്ന പ്ലാന്റ്സിന് എങ്ങനെയാണ്? അവർ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആയതുകൊണ്ട് ദേ ഗ്രോ വെർട്ടിക്കലി അപ്വേർഡ്സ്. അങ്ങനെ ഇങ്ങനെയുള്ള റൂട്ട്സിന് എന്ത് പേരാണ് നമുക്ക് പറയാൻ പറ്റുക? ന്യൂമാറ്റോഫോർ അല്ലെങ്കിൽ ബ്രീതിങ് റൂട്ട്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി റൂട്ട്സ്. അപ്പോ ഇങ്ങനെ ഈ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആയ വെർട്ടിക്കലി അപ്വേർഡ് ഗ്രോ ചെയ്യുന്ന റൂട്ട്സ്, നെയിംലി ന്യൂമാറ്റോഫോർ അല്ലെങ്കിൽ ബ്രീതിങ് റൂട്ട്സ്. ഇതാണ്, ഇങ്ങനെയാണ് അവര് എന്ത്? ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർക്ക് ഓക്സിജൻ കിട്ടുന്നത്. ഇനി എക്സാമ്പിൾ നോക്കി നോക്കാം. എന്ത്? സ്വാമ്പി ഏരിയാസിലൊക്കെ കാണുന്ന റൈസോഫോറ, സോണറേഷ്യ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഫ്ലോറൽ ഫോർമുല ഫോർ എ ഫ്ലവർ which is bisexual, actinomorphic. ഇനി അവരുടെ സെപ്പൽ എത്രയുണ്ട്? 5. ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ, പെറ്റൽസ് 5. ഇനി അവരുടെ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, സ്റ്റേമൻ 6, ഓവറി ട്രൈ കാർപ്പിലറി, സിൻ കാർപ്പസ്, സുപ്പീരിയർ ട്രൈ ഓക്യുലാർ വിത്ത് ആക്സൈൽ പ്ലസന്റേഷൻ. ഇതെങ്ങനെയാണ് എഴുതാം? ആദ്യം ബൈസെക്ഷൽ എന്ന് വന്നിട്ടുണ്ട്. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എന്ത് റിവൈസ് ചെയ്യും ഒന്നും കൂടി. എങ്ങനെയാണ് നമ്മൾ ടെക്നിക്കലി ഡിസ്ക്രൈബ് ചെയ്യുക ഒരു പ്ലാന്റിനെ വിത്ത് ഫ്ലോറൽ ഫോർമുല? അപ്പോ ഫ്ലോറൽ ഡയഗ്രം, നമ്മൾ ഫ്ലോറൽ ഫോർമുല ചോദിച്ചാൽ അല്ലെങ്കിൽ ഫ്ലോറൽ ഫോർമുല തന്ന ഫ്ലോറൽ ഡയഗ്രം വരക്കാൻ ഇമ്പോർട്ടന്റ് ആണ് ഏത് ചാപ്റ്റർ? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ. അപ്പോ ഫ്ലോറൽ ഫോർമുലയില് ചില ടേംസ്, ടെക്നിക്കൽ ടേംസ് എന്താണെന്ന് ആദ്യം പറയാം. BR എന്താണ്? ബ്രാക്ടിയേറ്റ്. ഇനി കാലിക്സിനെ നമ്മൾ എന്തെന്ന് പറയും? K എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി കൊറോള എന്ന് പറഞ്ഞാൽ എന്താ? പെറ്റലിന്റെ ഭാഗം, പെറ്റലിന് C. ഇനി പെരിയാന്തിനെ നമ്മൾ P എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ്രീഷ്യം
അതായത് മെയിൽ പാർട്ടിനെ എന്ന്, ഇനി ഗൈനീഷ്യം അതായത് ഫീമെയിൽ പാർട്ടിനെ ജി എന്നും പറയും. ഇനി ഓവറിന്റെ ഡിഫറെന്റ് സ്ട്രക്ചർ വെച്ച് നമ്മൾ എങ്ങനെ ഗൈനീഷ്യം നമ്മൾ മോഡിഫൈ ചെയ്യണം. അതായത് സുപ്പീരിയർ ഓവറി ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഗൈനീഷ്യം ജി സുപ്പീരിയർലി വരുന്നത് പോലെ താഴെ ഒരു ലൈൻ ഇടുക. ഇനി ഇൻഫീരിയർ ആണെങ്കിൽ എന്താ, നമ്മുടെ ജി താഴെ വരണം, മേലെ ഒരു ബാർ ഇട്ടേക്കുക. ഇനി മെയിൽ ആണെങ്കിലോ ഇങ്ങനെ, ഫീമെയിൽ ആണെങ്കിൽ ഇങ്ങനെ. ഇനി ഇൻ കേസ് ബൈസെക്ഷൽ ആണെങ്കിൽ ഇങ്ങനെ ആൻഡ് ഇങ്ങനെ, അതായത് രണ്ടും മെയിൽ ആൻഡ് ഫീമെയിൽ കണ്ടെയ്നിങ് ആണെങ്കിൽ. ഇനി ബാക്കി ഇവിടെ എഴുതാം. ആക്ടിനോമോർഫിക് ആണെങ്കിൽ എന്താ, ഒരു സർക്കിളിൽ ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി സൈഗോമോർഫിക് ആണെങ്കിൽ ഒരു പെർസെൻറ്റേജ്. ഇനി ഏതെങ്കിലും പാർട്ടിൽ ഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഫ്യൂഷൻ കാണിക്കുന്നത് എങ്ങനെയാ? ആ ഭാഗത്തിന് ഒരു ബ്രാക്കറ്റ് ഇട്ട് ആ ബ്രാക്കറ്റിൽ വിത്തിൻ നമ്മൾ എഴുതുക ടു ഇൻഡിക്കേറ്റ് ഫ്യൂഷൻ. അതായത് പെറ്റൽസ് ഇപ്പൊ ഫ്യൂസ്ഡ് ആണ്, അവർ ഒരുമിച്ചാണെങ്കിൽ നമ്മൾ അങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, അതായത് ടു ഇൻഡിക്കേറ്റ് ഫ്യൂഷൻ. ഇനി അഡഷൻ, അതായത് ഡിഫറെന്റ് റീജിയൻസ്, അതായത് ചിലപ്പോ ഏതെങ്കിലും രണ്ട് പാർട്ട് ഓഫ് ഫ്ലവേഴ്സ് എങ്ങനെയായിരിക്കും, ഒട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നെങ്കിൽ ആ അഡഷനെ കാണിക്കാൻ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യും? നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യും ഇങ്ങനെ. അതായത് എക്സും വൈയും അഡഷൻ നടന്ന് ജോയിൻ ചെയ്താണ് ഇരിക്കുന്നത് കാണിക്കാൻ ഈ എക്സും വൈയും ഒരു ലൈൻ വെച്ച് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദി ഫ്ലവർ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ടെക്നിക്കൽ ടേംസ് വെച്ചാണെങ്കിൽ 1 or 2 സിമ്പിൾസ് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒന്ന് ബൈസെക്ഷൽ ആണ്. അപ്പൊ ബൈസെക്ഷലിന് നമ്മൾ എങ്ങനെ എഴുതും? മെയിൽ ആൻഡ് ഫീമെയിൽ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതി. ഇനി ആക്ടിനോമോർഫിക്കിന് ഇപ്പൊ പറഞ്ഞതുള്ള ആക്ടിനോമോർഫിക്കിന് ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം. അപ്പൊ അത് എഴുതുക. ഇനി സെപ്പൽസ് 5 ഉണ്ട്. സെപ്പൽസ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ ഉള്ളിൽ വരുന്നതാണ്? കാലിക്സിനുള്ളിൽ വരുന്നതാണ് സെപ്പൽസ്. കൊറോളയിൽ എന്ത് വരും? പെറ്റൽ. അപ്പൊ സെപ്പൽസ് 5, അത് 5 എന്ന് എഴുതി. ഇനി പെറ്റൽസ് എത്രയുണ്ട്? 5. അപ്പൊ അത് അഗൈൻ സി, കൊറോളയുടെ സിയില് നമ്മൾ 5 എന്ന് എഴുതി. ഇനി ഈസ്റ്റിവേഷൻ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഈസ്റ്റിവേഷൻ നമുക്ക് ഫ്ലോറൽ ഫോർമുലയിൽ കാണിക്കാൻ പറ്റില്ല. ഇനി സ്റ്റേമെൻസ് 6. സ്റ്റേമെൻസ് എന്താണ്? ആൻഡ്രീഷ്യത്തിൽ വരുന്നത്, അത് 6 എന്ന് എഴുതി. ഇനി ഓവറി ട്രൈ കാർപ്പിലറി ആണ്, അതായത് 3 കാർപ്പിൽസ്. അപ്പോ അതിന് ഓവറി എന്താ? ഫീമെയിൽ ആണല്ലോ, ഗൈനീഷ്യത്തിൽ വരുന്നതാണ്. അപ്പൊ അതിനെ 3 എന്ന് എഴുതി. ഇനി സിൻ കാർപ്പസ് ആണ്. സിൻ കാർപ്പസ് എന്ന് പറഞ്ഞാൽ അവര് യുണൈറ്റ് ചെയ്തിരിക്കാണ്, അല്ലെങ്കിൽ ഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ എന്തെന്നാ പറഞ്ഞത്? ഡിനോട്ട് ഇൻസൈഡ് എ ബ്രാക്കറ്റ്. അങ്ങനെയല്ല പറഞ്ഞത്. ഫ്യൂഷൻ കാണിക്കണമെങ്കിൽ ബ്രാക്കറ്റിൽ ഉള്ളില് ആക്കുക. ഇനി സുപ്പീരിയർ ഓവറി ആണ്. സുപ്പീരിയർ ഓവറി ആണെങ്കിൽ ജി എങ്ങനെ വരും? സുപ്പീരിയർലി ആൻഡ് താഴെ നമ്മളൊരു ബാർ ഇട്ട് കൊടുക്കുക. പിന്നെ ട്രൈ ലോക്യുലാർ വിത്ത് ആക്സൈൽ പ്ലാസന്റേഷൻ. പ്ലാസന്റേഷനും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, ഇതില് ഫ്ലോറൽ ഫോർമുലയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ചെറിയ ഒരു ഫ്ലോറൽ ഫോർമുലയിൽ ഉൾപ്പെടുത്തിയത് അറിഞ്ഞിരിക്കാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ഓപ്പൻഷിയ the stem is modified into a flattened green structure to perform the function of leaves. അതായത് ഫംഗ്ഷൻ ഓഫ് ലീവ്സ് എന്താ? ഗ്രീൻ പാർട്ട് ഓഫ് പ്ലാന്റിന് ഫോട്ടോസിന്തസിസ് ആണ് നടത്തുക. ആൻഡ് സൈറ്റ് സം അതർ എക്സാമ്പിൾസ് ഓഫ് മോഡിഫിക്കേഷൻസ് ഓഫ് പ്ലാന്റ് പാർട്സ് ഫോർ ദി പർപ്പസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോ എന്താണ് ഓപ്പൻഷിയയിൽ എന്താണ് നടക്കുന്നത്? അവരുടെ സ്റ്റെം ഇസ് മോഡിഫൈഡ് into green part which perform photosynthesis. അപ്പോ ഓപ്പൻഷിയ ഒരു എക്സാമ്പിൾ ആയി. ഇനി ഫ്ലഷി സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആയിട്ട് ഡെവലപ്പ് ആവുന്ന ഏതിന്റെ കേസിലാണ്? യൂഫോർബിയ. അതെങ്ങനെയാണ്? സ്റ്റെം ഒരു ഫ്ലഷി സിലിണ്ടറിക്കൽ ആയി ഡെവലപ്പ് ചെയ്തു ആൻഡ് അതെന്ത് ചെയ്തു? ഫോട്ടോസിന്തസിസ്. ഇനി ഈ മോഡിഫൈഡ് സ്റ്റെമ്മിനെ നമ്മൾ എന്ത് വിളിച്ചു? ഫില്ലോ ക്ലേഡ്സ്. അതിന് എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട് ആൻഡ് ഇറ്റ് ക്യാരീസ് ഔട്ട് ഫോട്ടോസിന്തസിസ്. ഇനി ഇത് കൂടാണ്ട് NCERT എന്തെന്ന് പറയുന്നുണ്ട്? ഓസ്ട്രേലിയൻ അക്കേഷ്യന്റെ കേസിൽ
പീറ്റിയോൾ എങ്ങനെയാവും? പീറ്റിയോൾ ടേക്സ് അപ്പ് ദി ഷേപ്പ് ഓഫ് ലീഫ് ആൻഡ് അപ്പം എങ്ങനെയാവും? ഗ്രീൻ ആവും ആൻഡ് പെർഫോം ഫോട്ടോസിന്തസിസ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് ആസ്പെറാഗസ്. ആസ്പെറാഗസിന്റെ കേസിൽ സ്റ്റെം എങ്ങനെ മോഡിഫൈ ആവും? മോഡിഫൈഡ് ഇൻ ടു എ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ഇതെങ്ങനെ എന്ത് ചെയ്യും? പെർഫോം ഫോട്ടോസിന്തസിസ്. അപ്പൊ ഈ എക്സാമ്പിൾസ് ഒക്കെ എങ്ങനെയാണ്? ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെമ്മിന്റെ ഓരോ മോഡിഫിക്കേഷൻസ് ആണ്. അത് ഇത്രയും എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ഇൻ സ്വാമ്പി ഏരിയാസ് ലൈക്ക് ദി സന്ദർബൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ പ്ലാന്റ്സ് വെയർ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ് കോൾഡ് ഡാഷ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, സ്വാമ്പി അല്ലെങ്കിൽ മാർഷി ഏരിയാസിൽ റൂട്ട്സ് താഴോട്ട് പോയാൽ ഓക്സിജൻ ഡെഫിഷ്യൻസി വരും. അതായത് ഓക്സിജൻ അവൈലബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഓക്സിജൻ കിട്ടാണ്ട് വരുന്ന അവസ്ഥയിൽ അവരുടെ മാർഷി ഏരിയാസ് അല്ലെങ്കിൽ സ്വാമ്പി ഏരിയാസിലെ പ്ലാന്റ്സിന്റെ റൂട്ട്സ് നെഗറ്റീവ്ലി ജിയോട്രോപിക് ആയിരിക്കും ആൻഡ് മേലോട്ട് ഗ്രോ ചെയ്യും വെർട്ടിക്കലി അപ്വേർഡ്സ് ഫോർ ബ്രീതിങ്. അപ്പൊ അതിനെ എന്ത് വിളിക്കും? ന്യൂമാറ്റോഫോർ അല്ലെങ്കിൽ ബ്രീതിങ് റൂട്ട്സ് എന്ന് വിളിക്കും. ന്യൂമാറ്റോഫോർ അല്ലെങ്കിൽ ബ്രീതിങ് റൂട്ട്സ് എന്ന് വിളിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. In aquatic plants like Pistia and Eichhornia, leaves and roots are found near dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിസ്റ്റിയയിലും ഐക്കോർണിയയിലും ലീഫും റൂട്ടും ഏതിനടുത്താണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുക? അതിന്റെ ആൻസർ എന്താ? നോഡ്. അത് അറിഞ്ഞിരിക്കേണ്ട ജസ്റ്റ് ഒരു പോയിന്റ് ആണ്. അക്വാട്ടിക് പ്ലാന്റ്സിൽ ലീവ്സ് ആൻഡ് റൂട്ട്സ് ആർ ഫൗണ്ട് നിയർ നോഡ് എന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 കടക്കുകയാണെങ്കിൽ reticulate and parallel venation are characteristic of dash and dash respectively. വീനേഷൻ 2 ടൈപ്പിൽ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്ത്? വീനേഷൻ 2 ടൈപ്പിൽ റെറ്റിക്കുലേറ്റ് ആൻഡ് പാരലൽ. ഇത് ഏതിനാണ് ജനറലി കാണുക? റെറ്റിക്കുലേറ്റ് ഡൈക്കോട്ടിലും പാരലൽ മോണോകോട്സിലുമാണ് ജനറലി കാണാൻ പറ്റുക. അപ്പൊ അതിന്റെ ആൻസർ എന്തോരും? Reticulate and parallel venation are characteristic of dicot and monocot respectively. Order തെറ്റിക്കരുത്. റെറ്റിക്കുലേറ്റ് ആദ്യം പറഞ്ഞുകൊണ്ട് ഡൈക്കോട്സ് ആദ്യം പറയണം. ഇനി which parts in ginger and onion are edible? ജിഞ്ചറിലും അനിയനും നമ്മൾ കഴിക്കുന്ന പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ജിഞ്ചറിന്റെ കേസിൽ റൈസോം എന്ന് പറഞ്ഞൊരു പാർട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആൻഡ് ഈ റൈസോം എന്താണ്? ഒന്നാമത്തെ കാര്യം റൈസോം ആണ് എഡിബിൾ. ഈ എന്താണ് റൈസോം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് എ മോഡിഫൈഡ് ഷൂട്ട് ആൻഡ് അതെന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. എന്ത്? ഫുഡ്. അതല്ലേ നമ്മളെടുത്ത് കഴിക്കുന്നത്. അതുകൊണ്ടാണ് അത് എഡിബിൾ ആവുന്നതും. ഇനി അതേസമയം അനിയന്റെ കേസിൽ അതിന്റെ ലീവ്സ്, അതിന്റെ ലീവ്സിന് എന്താണ് പ്രത്യേകത? ഫ്ലഷി ആണ്, സ്കെയിലി ആണ്. അപ്പൊ ഈ ഫ്ലഷി സ്കെയിൽ ആയിട്ടുള്ള ലീവ്സ് ആണ് എന്ത്? എഡിബിൾ. അപ്പൊ ഈ കാര്യം അറിഞ്ഞിരിക്കുക, ഈ ഫാക്ട് അറിഞ്ഞിരിക്കുക. ജിഞ്ചറിൽ കഴിക്കുന്നതാണ് റൈസോം. ഇനി അനിയനിൽ ഫ്ലഷി ആയിട്ടുള്ള ലീവ്സ് ആണ് നമ്മൾ കഴിക്കുന്നത്. ഈ റൈസോം എന്താണെന്നും കൂടി അറിഞ്ഞിരിക്കുക. എന്താണ്? മോഡിഫൈഡ് ആയിട്ടുള്ള ഷൂട്ടാണ് സ്റ്റോറിങ് ഫുഡ്. ഇനി ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻ എപ്പിഗൈനസ് ഫ്ലവർ ഓവറി സിറ്റുവേറ്റഡ് ബിലോ ദി. എന്താണ് എപ്പിഗൈനസ്? അതറിഞ്ഞിരിക്കുക. എപ്പിഗൈനസ് എന്ന് പറഞ്ഞാല് എന്താണ്? അവർക്ക് ഇൻഫീരിയർ ഓവറിയാണ്. ഫ്ലോറൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫ്ലോറൽ ഫോമിലെ ഇൻഫീരിയർ ഓവറി എങ്ങനെയാണ്? ബാറിന്റെ താഴെ ജി. ഇങ്ങനെയാണ് ഇൻഫീരിയർ ഓവറി റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ സ്ട്രക്ചറിൽ എങ്ങനെയാണ് എപ്പിഗൈനസ് കാണിക്കാൻ പറ്റുക? അതായത് അതിന്റെ നമ്മുടെ സ്റ്റേമൻ ഇതാന്ന് വിചാരിക്കുക. ഇതില് ഈ സ്ട്രക്ചറിൽ ഓവറി എവിടെയാണ്? ഇത്രയും താഴെയാണ്. അതായത് ഇൻഫീരിയർ ഓവറി. ഇനി ഈ ഇൻഫീരിയർ ഓവറി എവിടെയാണ്? ബിലോ, അതായത് ഇൻഫീരിയർ ടു കാലിക്സ്, കൊറോള ആൻഡ് ആൻഡ്രീഷ്യം. അതായത് സ്റ്റേമനും അതിന്റെ മെയിൽ പാർട്ടിന്റെ എല്ലാത്തിനെയും താഴെയാണ് കാലിക്സ്, അതായത് സെപ്പലിന്റെ ഒക്കെ താഴെയാണ്
ആൻഡ് പെറ്റൽ ഫോം ചെയ്യുന്ന കൊറോളയുടെയും താഴെയാണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിച്ചത്? ഇൻഫീരിയർ ഓവറി അല്ലെങ്കിൽ എപ്പിഗൈനസ് എന്ന് പറയും. ഇനി 8th ക്വസ്റ്റ്യൻ, ഇൻ എപ്പിഗൈനസ് ഫ്ലവർ ഓവറി സിറ്റുവേറ്റഡ് ബിലോ ദി, അതിന്റെ ആൻസർ എന്തോരും? കാലിക്സ്, കൊറോള ആൻഡ് ആൻഡ്രീഷ്യം. അതായത് സെപ്പൽസിന്റെയും പെറ്റൽസിന്റെയും സ്റ്റേമൻസിന്റെയും എല്ലാത്തിന്റെയും താഴെ ആയതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഫീരിയർ ഓവറി അല്ലെങ്കിൽ എപ്പിഗൈനസ്. ഇനി ആഡ് ദി മിസ്സിംഗ് ഫ്ലോറൽ ഓർഗൻസ് ഓഫ് ദി ഗിവൺ ഫോർമുല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിന്റെ? ഫബേസിയയുടെ. ബ്രാക്ടിയേറ്റ് ആണെന്ന് കാണിച്ചിട്ടുണ്ട് BR വെച്ച്. ഇനി ഇതെന്താണ്? ഈ പ്ലസ് സർക്കിളിനുള്ളിൽ ആക്ടിനോമോർഫിക്. ഇനി സെപ്പൽസ് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. ഇനി ബാക്കി ആൻഡ്രീഷ്യം ആൻഡ് ഏത് തന്നിട്ടുണ്ട്? ജിയും തന്നിട്ടുണ്ട്, അതായത് ഓവറിന്റെ. ഗൈനീഷ്യം തന്നിട്ടുണ്ട്. ഇനി ഇതില് മിസ്സിംഗ് ആയിട്ടുള്ള ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? ഇതിന്റെ സെക്ഷുവാലിറ്റി പറഞ്ഞിട്ടില്ല. ബൈസെക്ഷൽ ആണോ എ സെക്ഷൽ ആണോ എന്ന് പറഞ്ഞു. അതായത് ബൈസെക്ഷൽ ആണോ യൂണിസെക്ഷൽ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതെങ്ങനെ കാണിച്ചു? അത് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. അതായത് അതെങ്ങനെയാണ്? ഫെബേസിയ ഗ്രൂപ്പിൽ എല്ലാവരും ബൈസെക്ഷൽ ആണ്. ഇനി കൊറോളയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ കൊറോള എങ്ങനെയാണ്? അവർക്ക് 5 എണ്ണം ഉണ്ട്. അതിൽ 2 എണ്ണം മാത്രം ഫ്യൂസ്ഡ് ആൻഡ് ബാക്കിയുള്ള എങ്ങനെയാ? 2+1, അതായത് സെപ്പറേറ്റ് ആണ്. ഇനി ആൻഡ്രീഷ്യത്തിനുള്ളിൽ A എന്നാണ് ഇട്ടിരിക്കുന്നത്. ആ എന് പകരം എന്തെഴുതും? ഒരു ഒറ്റക്കുള്ളതും 9 ഫ്യൂസ്ഡ് ആയിട്ടുള്ളതും. ഇനി അവർക്ക് സുപ്പീരിയർ ആണ് ഓവറി. ഇനി ഇതെന്താണ്? യുണൈറ്റഡ് അല്ല, കാരണം ഒരൊറ്റ സിംഗിൾ സാധനമേ ഉള്ളൂ എങ്കിൽ, ഒരൊറ്റ സ്ട്രക്ചറേ ഉള്ളൂങ്കിൽ അത് നമ്മൾ ബ്രാക്കറ്റിൽ ഇടേണ്ട ആവശ്യമുണ്ടോ? ഫ്യൂഷൻ കാണിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി? അതായത് ബ്രാക്കറ്റിനെ പുറത്തിട്ടു 1 എന്ന് പറയുന്ന നമ്പർ. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് റൂട്ട്സ് ദാറ്റ് ഡെവലപ്പ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ആൻജിയോസ്പെർമിക് പ്ലാന്റ് അതർ ദാൻ ദി റാഡിക്കിൾ. ഇതിലെ 10th ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? 9th ക്വസ്റ്റ്യൻ, നെയിം ദി ബോഡി പാർട്ട് മോഡിഫൈഡ് ഫോർ ഫുഡ് സ്റ്റോറേജ് ഇൻ ദി ഫോളോയിങ് എന്നാണ് ക്വസ്റ്റ്യൻ. അതില് ഫസ്റ്റ് ഫുഡ് സ്റ്റോറേജിന് വേണ്ടി മോഡിഫൈ ചെയ്തിട്ടുള്ള പാർട്ട് ഏതാന്നാണ് ചോദിച്ചത്. അപ്പൊ ക്യാരറ്റില് നമ്മൾ ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്ന, അതായത് എഡിബിൾ ആയിട്ടുള്ള പാർട്ട് എന്താണ്? അവിടെ എഴുതുക റൂട്ട്. ക്യാരറ്റില് റൂട്ടാണ് കഴിക്കുന്നത്. ഇനി കൊളോക്കേഷ്യയില് എന്താണ്? സ്റ്റെം. സ്വീറ്റ് പൊട്ടേറ്റോയില് എന്താണ് നമ്മൾ കഴിക്കുക? റൂട്ട്. ആസ്പെറാഗസിലോ അഗെയിൻ നമ്മൾ കഴിക്കുന്നത് ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്നത് എവിടെയാണ്? റൂട്ടിലാണ്. ഇനി റാഡിഷ് എങ്ങനെയാണ്? ക്യാരറ്റ് പോലെ തന്നെയാണ് റാഡിഷ്, ഒരുമിച്ചാണ് അവർ വരുന്നത്. അപ്പൊ അതും റൂട്ട് തന്നെയായി. ഇനി പൊട്ടേറ്റോയിൽ എങ്ങനെയാണ്? ഫുഡ് സ്റ്റോറേജിന് സ്റ്റെം ആണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഡാലിയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡാലിയയിൽ എങ്ങനെയാണ്? റൂട്ടാണ് ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്നത്. ടേമറിക്കിന് സ്റ്റെം ആണ്. ഗ്ലാഡിയോലസിലും സ്റ്റെം തന്നെയാണ്. ഇനി ജിഞ്ചറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റൈസോം ആണ് കഴിക്കുന്നത്. ആൻഡ് റൈസോം ഇസ് എ മോഡിഫൈഡ് ഷൂട്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതെങ്ങനെയാണ്? സ്റ്റെം ആണ്. ഇനി പോർട്യൂലാക്ക അഗെയിൻ എന്തായിട്ട് വരും? റൂട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ NCERT ഓൾറെഡി ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അതോടെ നമ്മുടെ എന്ത് കഴിഞ്ഞു? വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പും ബാക്കിയുള്ള ലോങ് ആൻസറും നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ഷോർട്ട് ആൻസർ ടൈപ്പ് തൊട്ട് നാളെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. താങ്ക് യു.